ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, അതികഠിനമായ ഹൃദയഭാരത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. ഈ മഹാമാരി ഉയർത്തുന്ന വെല്ലുവിളി അത്ര നിസ്സാരമല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ശരിക്കും പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് ഈ മഹാമാരി നമ്മളെല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തും സംഭവിക്കുന്ന അനേകം മരണങ്ങൾ നമ്മളെല്ലാവരെയും ശരിക്കും ഞെട്ടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിനിടയിൽ നമുക്ക് സ്വയം ചോദിച്ച് ധ്യാനിക്കേണ്ട ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ചുറ്റുവട്ടത്തും മരണമൊക്കെ ഇങ്ങനെ സംഹാരതാണ്ഡവമാണ്ടുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നു? ഇതൊരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നു? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളൊരു കാര്യം ഓർക്കണം. നാളെ അടുത്ത നിമിഷം എന്താകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇപ്പോൾ ദൈവം എന്തുകൊണ്ട് നമ്മളെ നിലനിർത്തിയിരിക്കുന്നു? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ, ഈ ദുരിതത്തിനിടയിൽ നമ്മളെ ദൈവം നിലനിർത്തിയത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ദൗത്യം എന്താണ്? ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ വിശുദ്ധ പൗലോസ്ലീഹ അതിമനോഹരമായ ഒരു ഉത്തരം നൽകും. വിശുദ്ധ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 വചനം പറയുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇതാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. ഈ ദുരിത കാലഘട്ടത്തിനിടയിൽ നിന്റെ ജീവനെ ദൈവം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. എന്താ വചനം പറയുന്നത്? നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അതായത് ഈ ഭൂമിയിൽ നമ്മിലൂടെ സംഭവിക്കാനുള്ള ചില സൽപ്രവർത്തികളുണ്ട്. അത് സംഭവിക്കപ്പെടണം. ദൈവം മുൻകൂട്ടി ഒരുക്കിയ ചില പദ്ധതികൾ എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ ചില സൽപ്രവർത്തികൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ദൈവം നമ്മളെല്ലാവരെയും നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വിഷയത്തെ അല്പം കൂടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അത് ചാക്രിക ലേഖനമാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനം ഒരുപക്ഷെ പലരും വായിച്ചിട്ടുണ്ടാവാം. നാം സോദരർ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന ചാക്രിക ലേഖനം. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദുരിത കാലഘട്ടത്തിനിടയിൽ ഒരു ദൈവവിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിലൂടെ പരാമർശിക്കുന്നുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെയാണ്. നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഉപമ അല്ലേ? എത്രയോ തവണ വായിച്ച് കേട്ട് പഠിച്ചിട്ടുള്ള ഉപമ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലാണ് ആ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 29-ാം വചനം: എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ടു പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്?
അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ആരാണ് അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ഉപമ, ഒരു കഥ. വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു വെച്ച ഈ ഉപമ ഒരു പക്ഷേ പലർക്കും തോന്നാം കാലപ്പഴക്കം ചെന്ന ഒരു ഉപമയല്ലേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്തു പ്രസക്തി? പ്രിയപ്പെട്ടവരെ, ഈ ദുരിത കാലഘട്ടത്തിനിടയിൽ അതിശക്തമായ ഒരു വലിയ ആത്മീയ സാന്നിധ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉപമയാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. കാരണം മുറിവേറ്റ് വഴിയരികിൽ കിടക്കുന്നവൻ, കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ, പ്രിയപ്പെട്ടവരെ, കാലപ്പഴക്കം ചെന്ന കഥാപാത്രമല്ല, മറിച്ച് കണ്ണ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഇപ്രകാരമുള്ളവരെ കാണാം. കണ്ണ് തുറന്ന് നോക്കിയാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഇപ്രകാരമുള്ളവരെ കാണാം. ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്നൊരു വാർത്ത എന്താണെന്നറിയോ? വാർത്ത ഇങ്ങനെയാണ്: 85-കാരിയായ അമ്മയ്ക്ക് പനി ബാധിച്ചു, കൊറോണയാണെന്ന് ഭയന്ന് മകൻ റോട്ടിൽ ഉപേക്ഷിച്ചു. പത്രത്തിൽ വന്ന വാർത്തയാണ്. വളരെ പ്രമുഖമായൊരു പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. സ്ഥലവും സാഹചര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 85 വയസ്സുള്ള അമ്മയ്ക്ക് പനിയാണ്, കൊറോണയാണെന്ന് കരുതി വഴിയരികിൽ ഉപേക്ഷിച്ചു. കേൾക്കുമ്പോൾ വിചിത്രമാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമറിയാക്കാരൻ്റെ ഉപമ കാലപ്പഴക്കം ചെന്ന ഒരു ഉപമയല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഒരു ജീവിതത്തിൻ്റെ ആയുസ് മുഴുവൻ ഗൾഫിൽ കടന്ന് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ട് മകൻ ദുരിത കാലഘട്ടത്തിൽ വീട്ടിലോട്ട് വന്നപ്പോൾ സ്വന്തം അമ്മയും ഭാര്യയും കൂടെ ആ വാതിലടച്ചു കുറ്റിയിട്ടു, പ്രവേശിക്കണ്ട, കാരണം കൊറോണ ഭയം. നീ കൊറോണയും കൊണ്ട് വന്നിരിക്കുന്നു പ്രവാസി, നീ വീട്ടിൽ കയറണ്ട. ആരാണിവൻ? ആ വീട് വെച്ചവൻ. ജീവിതത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്ത് ആ വീടിനെ വളർത്തിയവന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഒരു പക്ഷേ ചിലർ ചിന്തിക്കാം, അച്ഛാ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലേ? പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടതാണെങ്കിലും ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ഡൽഹി പ്രദേശത്തുള്ള ഒരു കുടുംബം, ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ 2 കുടുംബങ്ങൾ താമസിക്കുന്നു, മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും. 2 കുടുംബങ്ങളും ക്രിസ്തീയ കുടുംബങ്ങളാണ്. തൊട്ടടുത്ത് മറ്റു കുടുംബങ്ങളൊന്നുമില്ല. ഈ മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കൊറോണ പിടിപെട്ടു. ആ കുടുംബത്തിലെ കുടുംബനാഥ ആശുപത്രിയിൽ നേഴ്സാണ്. ഒരു പക്ഷേ ആശുപത്രി ജോലിക്ക് പോയപ്പോൾ കിട്ടിയതാവാം. ആ കുടുംബം അതോടുകൂടി ഒറ്റപ്പെട്ടു. ഈ താഴത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അവർ ആ ഇടവകയിൽ ചുറ്റുവട്ടത്തും അയൽപക്കത്തെല്ലായിടത്തും വിളിച്ചു പറഞ്ഞു, മുകളിൽ താമസിക്കുന്നവർക്ക് കൊറോണയാണ് കേട്ടോ, ഇങ്ങോട്ടാരും വരല്ലേ, ഇങ്ങോട്ടാരും വരല്ലേ. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ചയോളം ഈ കുടുംബാംഗങ്ങൾ മുഴുവൻ കൊറോണയുടെ ഭീതിയിൽ കഴിഞ്ഞുകൂടി. അവർ മരുന്നെല്ലാം കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. ആ കുടുംബത്തിലൊരു കുടുംബാംഗത്തോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അച്ഛാ, 2 ആഴ്ചക്കാലം ദൈവം ഞങ്ങളെ പരിപാലിച്ചു, പക്ഷെ ഇതിനിടയിൽ ഞങ്ങളെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട് അച്ഛാ. ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛാ, ഞങ്ങളുടെ താഴെ താമസിച്ചിരുന്ന ആ കുടുംബങ്ങളുണ്ടല്ലോ, അവരെല്ലായിടത്തും വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കൊറോണയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ, അത് പ്രാർത്ഥിക്കാനായിട്ടൊരു ഗുണമായിട്ടുണ്ടാവും. അതല്ലായിരുന്നു അച്ഛാ ഉദ്ദേശം, ആരും ഇങ്ങോട്ട് വരരുത് എന്നു മാത്രമല്ല അച്ഛാ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് സുഖമാണോ, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ഒരു പ്രാവശ്യം പോലും ആ കുടുംബാംഗങ്ങൾ അന്വേഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ചുറ്റുവട്ടത്തും, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും കണ്ണ് തുറന്ന് കാണണം. കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ ഏതോ കുഷ്ഠരോഗം പിടിപെട്ട പോലെ, വീട്ടിൽ കയറ്റാൻ കൊള്ളരുതാത്തതുപോലെ ആ വ്യക്തിയെ പിന്നെ ആ കുടുംബത്തെ പിന്നീട് പുറന്തള്ളുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാം, വഴിയരികിൽ ഒറ്റപ്പെട്ടവൻ,
വിശുദ്ധ ഗ്രന്ഥം ഈ സംഭവത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യം, നിന്റെ ജീവിതത്തിലെ ദൗത്യം എന്താണ്? നിന്റെ ജീവിതത്തിൽ നീ ഒരു നല്ല അയൽക്കാരനായിട്ട് മാറുന്നുണ്ടോ? രണ്ടു തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതാണല്ലോ. ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ചുറ്റുവട്ടത്തും മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യരെ കണ്ട് അവരെ പരിഗണിക്കുന്ന സമൂഹം, അവരെ സ്നേഹിക്കുന്ന, അവരെ കെയർ ചെയ്യുന്ന ഒരു സമൂഹം. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? അവഗണിക്കുന്ന സമൂഹം. ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. ഇവിടെ ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരിത കാലഘട്ടത്തിനിടയിൽ ദൈവം നമ്മുടെ ജീവൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാമല്ലോ, ആരും ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഈ രോഗം വരുന്നത്. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് കൊറോണ വരട്ടെ, എന്നിട്ട് ഞാൻ സഹിക്കട്ടെ, മറ്റുള്ളവർക്ക് സഹനം? അങ്ങനെ ആരും വിചാരിക്കുന്നില്ലല്ലോ. മറിച്ച് ഈ രോഗം ഒരു പകർച്ചവ്യാധിയാണ്, ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്രകാരമായിരിക്കണം നിന്റെ നിലപാട്? നീ ഒരു രോഗിയെ കാണുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതാ നല്ല സമറിയാക്കാരൻ ഈ ശുശ്രൂഷ സമയത്ത് എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? മറ്റുള്ളവരെ പരിചരിക്കുവാൻ, മറ്റുള്ളവരെ പരിഗണിക്കുവാൻ, അവഗണിക്കാനല്ല പരിഗണിക്കാൻ, അവർക്ക് സ്നേഹം കൊടുക്കാനുള്ള വലിയൊരു വെല്ലുവിളി ഈ സമയത്ത് നമ്മുടെ പക്കലേക്ക് ദൈവം ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഒരു സുപ്രധാനമായ കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. അതായത് ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് ശേഷം പിന്നീട് വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നത് മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 9-ാം വചനം, കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? അപ്പം ചോദ്യം മാനുഷിക ബന്ധത്തോട് ചേർന്നാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പഴയ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജോബ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ? ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ ചുറ്റുവട്ടത്തുള്ള ഓരോ വ്യക്തിയെയും നീ എങ്ങനെ പരിഗണിക്കണം? ആരാണ് അയൽക്കാരൻ, ആരാണ് സഹോദരൻ, സഹോദരി എന്നുള്ള ചോദ്യം സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം പറയുന്നു, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ചുറ്റുവട്ടത്തുള്ള ആളുകളെ കണ്ണു തുറന്ന് അവരുടെ മാനസികാവസ്ഥ, അവരുടെ കുടുംബാവസ്ഥ തിരിച്ചറിയുക, അവരെ സഹായിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം വചനം മനോഹരമായിട്ട് പഠിപ്പിക്കുകയാണ്. വചനം പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, ശ്രദ്ധിക്കണം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നീ മറ്റുള്ളവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കരുത്? നീ അത് ആദ്യം അവർക്ക് കൊടുക്കൂ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം. ലൂക്കാസ് സുവിശേഷം 6:36 പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് കരുണ കൊടുക്കണം. സ്നേഹബന്ധങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുമ്പോൾ ഇതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചുറ്റുവട്ടത്ത് രോഗപീഠയും ദുഃഖവും മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറി കൈ കഴുകിയിരിക്കാനല്ല, മറിച്ച് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് സഹായം കൊടുക്കാൻ പറ്റുന്ന സമയത്ത്
നിന്നെക്കൊണ്ട് സഹായം കൊടുക്കാൻ പഠിക്കണം. പ്രത്യേകിച്ച് ഈ ദുരിത കാലഘട്ടത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തിയാണ്. നമുക്കറിയാം, ആരോഗ്യ പരിപാലന രംഗത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ സാധിക്കും. മറ്റുള്ളവരെക്കുറിച്ച് ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മനോഭാവങ്ങളെ നമ്മൾക്ക് തിരുത്താം. മനോഭാവം, ഒരു രോഗം ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ആ രോഗിയെ ഉപേക്ഷിക്കാനല്ല, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഇപ്പം ഇതില്ലാത്ത ആരും ഇല്ലല്ലോ. ആ ഫോൺ വിളിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് രോഗികളുണ്ടെങ്കിൽ അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർക്ക് എന്താണ് വേണ്ടത്? ചെയ്യാവുന്ന നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചുറ്റുവട്ടത്തൊരു രോഗിയുണ്ടെന്ന് കരുതിക്കൊണ്ട് നീ വാതിൽ പൂട്ടി വീടിൻ്റെ അകത്തിരിക്കാനല്ല, മറിച്ച് ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം. നല്ല ഒരു അയൽക്കാരനായി മാറണം. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നീ എന്താണ് മാറ്റിവെക്കേണ്ടത്? നിന്റെ മനോഭാവം. അവരും നമ്മുടെ കുടുംബാംഗങ്ങളാണെന്നുള്ള ശ്രദ്ധ. അതോടൊപ്പം തന്നെ നമ്മുടെ അല്പം സമയം, നമ്മുടെ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന നമ്മുടെ സമയം, ഒരുപക്ഷെ ആ കുടുംബത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ, ആശുപത്രി പോകാനായിരിക്കാം, ഇല്ലെങ്കിൽ മരുന്ന് വാങ്ങാനാവാം, ഭക്ഷണ സാധനങ്ങളാവാം. നിന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ നിനക്ക് ക്രമീകരിക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒഴിഞ്ഞു മാറരുത്, അവഗണിക്കരുത്. മറിച്ച് യേശു നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരിത കാലഘട്ടത്തിനിടയിൽ മറ്റുള്ളവർക്ക് നീ നല്ല ഒരു അയൽക്കാരനായി മാറുക. നിന്റെ കഴിവുകളും നിന്റെ സമയവും നിന്റെ മനോഭാവവും മറ്റുള്ളവരെ അവഗണിക്കുന്നതല്ല, മറിച്ച് അവരെ സ്നേഹിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുക. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം അതിസുന്ദരമായിട്ടുള്ള പരസ്നേഹ പ്രവർത്തികളുടെ ഒരു കാലഘട്ടമായി മാറും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ആവർത്തിച്ചു പഠിപ്പിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം വചനം പറയുന്നു, എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് പൗലോസ്ലീഹ പറയാണ്. ആരാണ് ഈ പൗലോസ്ലീഹ? സാവൂൾ എന്ന പേരുണ്ടായിരുന്നവൻ, മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവൻ. എന്നാൽ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വലിയൊരു വക്താവായി മാറുകയാണ് പൗലോസ്ലീഹ. അതുകൊണ്ടല്ലേ ഏറ്റവും സുന്ദരമായി എഴുതപ്പെട്ടിരിക്കുന്ന പൗലോസ്ലീഹായുടെ കൊരിന്തോസർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സ്നേഹം നീ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പൗലോസ്ലീഹ ഈ അവസരത്തിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് യോഹന്നാൻ സ്ലീഹ ചില വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ഉം 11-ഉം തിരുവചനം. 1 John chapter 2 verse 10 വചനം പറയുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാവുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു. പ്രകാശത്തിൽ വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിനക്ക് പ്രകാശത്തിൽ വസിക്കണോ? നീ എന്ത് ചെയ്യണം? സഹോദരനെ സ്നേഹിക്കണം. വീണ്ടും പറയുന്നു, എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഇരുട്ടിലാണ്. സഹോദരങ്ങളെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം. വീണ്ടും യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം 14-ാം തിരുവചനം, 1 John chapter 3 verse 14 വചനം പറയുന്നു, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആരാണ് പ്രവേശിക്കുന്നത്? മറ്റുള്ളവരെ പരിഗണിക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ. അതാണ് യോഹന്നാൻ പഠിപ്പിക്കുന്ന 4-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം, 1 John chapter 4 verse 20 വചനം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും
സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അദൃശ്യനായിട്ടുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നീ സമയം ഒത്തിരി ചെലവഴിക്കുമല്ലോ, നീ ഒത്തിരി നിൻ്റെ പണം ചെലവഴിക്കുമല്ലോ, ആരാധനയും പുകഴ്ചയും കൊടുക്കുമല്ലോ, നല്ല കാര്യം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം. എന്താ അത്? യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നിൻ്റെ തൊട്ട് മുമ്പിലുള്ള സഹോദരങ്ങൾ, നിൻ്റെ അയൽവാസികൾ, അവരിൽ നീ ദൈവത്തെ കാണണം. ദൈവത്തെ കാണണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ പിന്നെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പം അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? മറ്റുള്ളവരെ പരിഗണിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. നമുക്കറിയാം, നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഒത്തിരി ദൈവികമായ പ്രവർത്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നില്ല. സൽപ്രവർത്തികൾ. ഈ കൊറോണയുടെ മഹാമാരിയുടെ നടുവിലും ആശുപത്രിയിൽ രാത്രിയും പകലും കഷ്ടപ്പെടുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, അങ്ങനെ തുടങ്ങിയ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഒരാശുപത്രിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി ജീവനക്കാർ, മരണം പണയം വെച്ചുകൊണ്ട് തന്നെയല്ലേ അവർ ജീവിക്കുന്നത്, അവർ കഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സൽപ്രവൃത്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നു അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ധൈര്യപൂർവ്വം രംഗത്ത് വന്നിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ശവസംസ്കാരം നടത്താൻ. പലരും പേടിച്ചു മാറി നിൽക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ രംഗത്ത് വന്നിരിക്കുക, അച്ഛാ ഞങ്ങൾ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, സൽപ്രവർത്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നില്ലേ? നോർത്ത് ഇന്ത്യയിലുള്ള കുറേ കോൺവെൻറ്റുകളൊക്കെ അവരിതാ ഓക്സിജൻ സിലിണ്ടറുകളും എല്ലാ കാര്യങ്ങളുമൊക്കെയായി കൊറോണ രോഗികൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. ജീവിതത്തിൽ ചെയ്യുന്ന മഹത്തായ കൃത്യങ്ങൾ, ചുറ്റുവട്ടത്തും ഇപ്രകാരമുള്ള സൽപ്രവർത്തികൾ വർദ്ധിക്കുന്നു. സൽപ്രവർത്തികൾ വർദ്ധിക്കുന്നു. ഞാനിത് പറഞ്ഞു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ, എന്നോടും നിന്നോടുമുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഈ കാലഘട്ടത്തിൽ ദൈവം എന്തിനാണ് നമുക്ക് ജീവൻ നൽകി നിലനിർത്തിയിരിക്കുന്നത്? നമ്മുടെ ജീവനും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ ജീവിതവും മാത്രം മതി എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് ദൈവം മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പൗലോസ് ലീഹ എഫേസസ്സുകാരോട് പറഞ്ഞ വചനം നമ്മിൽ സംഭവിക്കപ്പെടണം. നമ്മൾ സംഭവിക്കപ്പെടണം. അതെങ്ങനെ സംഭവിക്കും? ഒരു നല്ല അയൽക്കാരനായി മാറാം. യേശു പറഞ്ഞു വെച്ച നല്ല സമരിയാക്കാരൻ്റെ ഉപമ, ഈ ഉപമ ഈ കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടേണ്ടതാണ്. വഴിയരികിൽ ഒറ്റപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നവൻ, അവഗണിക്കപ്പെട്ടവൻ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ശുശ്രൂഷ നീ കേട്ട് കഴിയുമ്പോൾ ഇത് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടാനല്ല, മറിച്ച് നീ വിഷയമൊന്ന് ധ്യാനിക്കുക. നിന്റെ വീടിന് ചുറ്റുവട്ടത്തും ഈ മഹാമാരി പിടിപെട്ട് അസ്വസ്ഥതയിൽ കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ കഴിയുന്ന വിധത്തിൽ നീ സഹായിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെയും ഈ രോഗം പിടിപെട്ട് അസ്വസ്ഥരായിരിക്കാം. ചില വ്യക്തികളൊക്കെ പറയും, എനിക്ക് രോഗം വന്നപ്പോൾ എന്നെ ആരും പരിഗണിച്ചില്ല, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെയും പരിഗണിക്കുന്നില്ല. പാടില്ല. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക. അതല്ലേ ഈശോ പഠിപ്പിച്ചത്? എനിക്ക് രോഗം വന്നപ്പോൾ ആരും എന്നെ നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ ആരെ നോക്കുന്നില്ല എന്നല്ല, മറിച്ച് മറ്റുള്ളവരെ പരിഗണിക്കുക. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരെ നീ അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക, പരിഗണിക്കുക. ഒരുപക്ഷെ നിൻ്റെ ഒരു ഫോൺ കോൾ സന്ദേശം മതിയാവും, നിൻ്റെ ഒരു സ്നേഹപൂർവമായിട്ടുള്ള ഒരു നിലപാട് മതിയാവും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നമ്മളിൽ പലരും അങ്ങ് ദൂരെയുള്ള അനേകരെക്കുറിച്ച് മൊബൈൽ ഫോണൊക്കെ വിളിച്ച് ഒത്തിരി വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. ചുറ്റുവട്ടത്തുള്ള ആളുകൾ, എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കുറിച്ച് ഒരു ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും യേശു ക്ഷണിക്കുന്നത്
ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മിലൂടെ ചില സൽപ്രവൃത്തികൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ആരംഭിക്കാം. അതിനുള്ള കൃപ സമൃദ്ധമായിട്ട് ദൈവം എല്ലാവർക്കും ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.